ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് പതുവും ദേവികയും ഗോപ്സും ഒക്കെ പറഞ്ഞു എനിക്കൊരു ജേണലുണ്ട്, ലൈക്ക് ഒരു മെമ്മറി ബുക്ക് കൂട്ടുണ്ട്. അതായത് അതിൽ അമൃതയിലെ സംഭവമാണ് ഇപ്പോൾ ചെയ്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ലൈക്ക് യൂട്യൂബിൽ കാണിക്കുമോ, ഞങ്ങളെ പരിചയപ്പെടുത്തുമോ, ഞങ്ങളെ പറ്റി പറയുമോ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ അത് പറയാം. ലൈക്ക് അത് രസമാണ്, കുറേ എൻ്റെ മെമ്മറീസാണ് ആ ബുക്കിൽ. അതിൽ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ കൂടെ പഠിക്കുന്ന പാറു അതിലില്ല. ബിക്കോസ് പാറു ഒരു ഫോട്ടോയ്ക്കും എൻ്റെ കൂടെ വന്നിട്ടില്ല. സോ സാഡ്. ആൻഡ് ഞാനൊരു ലിപ് ടിൻ്റ് ട്രൈ ചെയ്തു, അതാണ് എൻ്റെ ചുണ്ടിങ്ങിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് തുടങ്ങാം. ആക്ച്വലി ഇതാണ് എൻ്റെ മെമ്മറി ബുക്ക്. ഇത് ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആൻഡ് ഓക്കെ, റിഫ്ലക്ഷൻ അടിക്കുന്നുണ്ട്, പക്ഷെ ഇതാണ് ഗൈസ് എൻ്റെ മെമ്മറി ബുക്ക്. ഇതിൽ ഓരോ ഫോട്ടോയ്ക്കും ഓരോരോ കഥകൾ പറയാറുണ്ട്. അപ്പം ചിലപ്പോൾ ഞാൻ ഇത് 2 പാർട്ടായിട്ടായിരിക്കും ചെയ്യുക. ഇതിൻ്റെ ലോങ് എത്രയാണോ അതനുസരിച്ചായിരിക്കും ചെയ്യാം. ഓക്കെ, നമുക്കപ്പം ഓരോ ഫോട്ടോസും ഇങ്ങനെ പറയാം. അതാണല്ലോ നമുക്കിങ്ങനെ അയവിറക്കാം. ലൈക്ക് കോളേജ് ഇപ്പം ഇല്ല, അവധിയാണ്, നമുക്ക് അയവിറക്കാം. ഓക്കെ, ഇവിടെ കുറേ കോട്ട്സും കാര്യങ്ങളും. ഇതൊക്കെ കോട്ട്സൊക്കെ ഞാൻ ChatGPT ഉണ്ട്. അതായത് എനിക്ക് ഈ ഫോട്ടോ കൊണ്ട് ഇന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പം അപ്പോൾ അവരിങ്ങോട്ട് പറയുമല്ലോ ഇന്ന കോട്ട് എന്നൊക്കെ, അങ്ങനെ എഴുതിയ കോട്ട്സൊക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പം ഫസ്റ്റ് ഇതാ ഈ ഫോട്ടോ ഉണ്ടോ? ഇത് ആക്ച്വലി എൻ്റെ ചേച്ചിയുടെ റിസപ്ഷൻ ആയിരുന്നു. അപ്പം റിസപ്ഷന് ഗോപ്സ് ആരൊക്കെ ഇത്? അഞ്ജലി, നിരു, കിച്ചു, മാധവ്, ഞാൻ, ഗോപ്സ്, പിന്നെ ആര്യ എൻ്റെ കൂടെ LKG മുതലുള്ള എൻ്റെ ഫ്രണ്ടാണ് ഗൈസ്. LKG മുതൽ എത്ര കൊല്ലമായി കുറേ കൊല്ലമായല്ലോ. ഒരു മിനിറ്റ്, 10-17 വർഷം കൊണ്ടുള്ള എൻ്റെ ഫ്രണ്ട്ഷിപ്പാണ് ആര്യ. LKG മുതൽ എൻ്റെ ചേച്ചിയുടെ LKG മുതൽ നമ്മൾ തുടങ്ങിയ ഡാൻസാണ്. എൻ്റെ ചേച്ചിയുടെ കല്യാണം വരെ റിസപ്ഷനും നമ്മൾ കളിച്ചു. അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നത്. സോ നമ്മളൊരു 17 കൊല്ലം കൊണ്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് ആര്യയായിട്ടുള്ളത്. ആൻഡ് ഇത് എൻ്റെ ഫ്രണ്ട്സ് റിസപ്ഷന് വന്നു. ഓക്കെ, നിരുവും കിച്ചുവൊക്കെ ഇവിടെ എൻ്റെ കൂടെ താമസിച്ചു. അത് ഫസ്റ്റ് ടൈമാണ് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് നിൽക്കുന്നത്, ഞാൻ അവരുടെ കൂടെ താമസിക്കുന്നതൊക്കെ. സോ നല്ല കുറേ ഡേയ്സ് ആയിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ ഡാൻസ് പഠിച്ച് തെറ്റിക്കാതെ കളിച്ചു. അതൊക്കെ ഭയങ്കര സംഭവമാണ് എന്നെ സംബന്ധിച്ച്. ആൻഡ് നമുക്ക് ഇങ്ങനെ വരാമെന്ന് വയ്ക്കുന്നു. ഇത് ആക്ച്വലി ഇത് ഇപ്പോഴത്തെ, അതായത് നമ്മുടെ ദേവപ്രിയ, ഗോവിന്ദ്, പത്മ അവരുടെ ബാച്ചിൻ്റെ, അഭിയുക്തവരുടെയൊക്കെ ബാച്ചിൻ്റെ ഫ്രഷേഴ്സ് ഡേ. അതിൻ്റെ ആണോ? എന്തോ അതിൻ്റെ ആണോ എനിക്ക് അറിഞ്ഞൂടെ. എന്തിൻ്റെ ഒരു ഫ്രഷേഴ്സ് ഡേയോ ഫെയർവെല്ലോ ഇതിലേതോ ഒന്നാണ്, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. ഇത് ആക്ച്വലി ഇത് ഏത് ഫോണിൽ എടുത്തതെന്ന് അറിഞ്ഞൂടാ. ഇത് ധനീസാർ നമുക്ക് ഫോട്ടോ എടുത്ത് തരുമായിരുന്നു. അപ്പം വേറെ ആരോ സൈഡിൽ നിന്ന് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയാണ് ഈ ഫോട്ടോ. രസമായിരുന്നു, ഭയങ്കര ഡാൻസും നല്ല രസമായിരുന്നു. ലൈക്ക് ഒരിക്കലും മറക്കാത്തൊരു ഫ്രഷറാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരിക്കലും മറക്കാത്തൊരു ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു അത്. അത്ര മെമ്മറബിൾ ആയിരുന്നു, അടിപൊളിയായിരുന്നു. ടീച്ചേഴ്സൊക്കെ, മഞ്ജുഷ മിസ്, ശാരിക മിസ് ഒക്കെ ഡാൻസ് ആയിരുന്നു, അത്ര അടിപൊളിയായിരുന്നു. അടുത്തത് ഇത് ആക്ച്വലി ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ലൊരു ഫോട്ടോ ആണ് കിട്ടുന്നത്. അതായത് അന്ന് നമുക്ക് തോന്നിയില്ല, ഈ എൻ്റെ എത്തിയപ്പോഴാണ് ഇതെന്ത് നല്ല ലൈക്ക് ഒരു ലൈഫുള്ളൊരു ഫോട്ടോ എന്ന് പറയാൻ തോന്നും. അതത്ര നല്ലൊരു ഫോട്ടോ. അതിൽ നമ്മൾ ഗേൾസ് എല്ലാവരും ഉണ്ടോയെന്ന് എനിക്കറിയില്ല, എല്ലാവരും ഇല്ല. ബട്ട് സ്റ്റിൽ ദേവിയുടെ ഒക്കെ ഇരിപ്പ് ഉണ്ട്, ഒരുമാതിരി രാജകുമാരി കണക്ക്. ശരി, ആ ഒരു സൂപ്പർ ഫോട്ടോ ആണത്. ആ നല്ലൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തെടുത്ത ഫോട്ടോ അല്ല, ബട്ട് നല്ലൊരു ഫോട്ടോ ആയിരുന്നു. ഇത് ആക്ച്വലി ഓണം സെലിബ്രേഷൻ, ലാസ്റ്റ് ഓണം സെലിബ്രേഷൻ, അതും നല്ലതായിരുന്നു ഗൈസ്. പക്ഷേ എൻ്റെ തുണി എനിക്കിഷ്ടപ്പെട്ടില്ല. ഇവിടെ ഒരു സെറ്റ് മുണ്ടില്ലായിരുന്നു, അറിയോ? സെറ്റ് മുണ്ടില്ല, സെറ്റ് സാരി ഉണ്ട്, ബ്ലൗസ് ഇല്ല. അതായത് എനിക്കുള്ള ബ്ലൗസ് ചേരത്തില്ല, ഇവിടെ ബ്ലൗസ് ഇല്ല ഇനി ചെയ്യുന്നത്, അങ്ങനെയൊക്കെ വന്ന് പിന്നെ ഒരു ഓഞ്ഞ സാരി ഉടുത്ത് ലൈക്ക് പിന്നെ കുഴപ്പമില്ല.
എനിക്ക് സൗന്ദര്യമുള്ളതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, പിന്നെ ഇത് ആക്ച്വലി ഫസ്റ്റ് സെമ്മിൽ എടുത്തതാണ്. ഞാൻ ഗൗതമി, നന്ദന, ദേവിക. ഗൗതമി, നന്ദന അവർ ഫിസിക്സാണ്, പക്ഷെ അവർ എൻ്റെ ബസ്സിലാണ്. ദേവികയുടെ വീണ്ടൊക്കെ അടുത്തായിട്ട് വരും. അപ്പം അതും എക്സ്പെക്റ്റഡ് അല്ലായിരുന്നു. അതൊരു ദിവസം എനിക്കൊന്ന് ഫസ്റ്റ് സെമ്മിൽ ക്ലാസ് കഴിഞ്ഞ് ലൈക്ക് ലാസ്റ്റ് വർക്കിംഗ് ഡേയുടെ അന്ന് നമ്മൾ ചുമ്മാ സ്റ്റെപ്പിലിരുന്ന് മെഹന്തി ഇട്ടുകൊണ്ടിരുന്ന ടൈമിൽ സഞ്ജു ആണ് തോന്നുന്നു എടുത്തത്. സഞ്ജു എന്തോ എടുത്ത ഫോട്ടോ, അതും നല്ലൊരു ഫോട്ടോയാണ്. അടുത്തത് ഇത് ഭയങ്കര നമ്മൾ എനിക്ക് തോന്നുന്നു ചെന്നിട്ട് 1-2 ദിവസം എന്തായപ്പം ഞാൻ എടുത്ത സെൽഫി. അതായത് സ്നാപ്പ് അങ്ങോട്ട് കൈ കിട്ടിയ ടൈമാണ്. അപ്പം തൊര സ്നാപ്പായിരുന്നു ആ ഒരു ടൈം. ഇപ്പോഴും അതൊക്കെ തന്നെ. അപ്പോൾ ആ ഒരു ടൈമിലെടുത്ത ഞാൻ, ദേവിക, ഇവളുടെ പേരെന്തായിരുന്നു, ആദിത്യ, സോറി ഗൈസ്, ആദിത്യ, അബി, അക്കു, സായി. നമ്മളെല്ലാം സായി പറയുമെന്നിങ്ങനെ നോക്കുക. സായി അറിഞ്ഞില്ല സെൽഫിയാണെന്ന്. സോ അതങ്ങനെ ഇടണം. ആൻഡ് ഇത് ആക്ച്വലി ഇത് കോമഡി ആയിരുന്നു. പവിത്ര മിസ്സിനെ കാണാൻ വേണ്ടി നമ്മൾ മിസ്സിൻ്റെ വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തു. അപ്പം നമ്മുടെ അടുത്ത് ഒറ്റ വണ്ടി 3 പേര്. അപ്പോൾ ട്രിപ്പിൾ അടിച്ച് പോകുന്നത് റിസ്ക്കാണ്, പോലീസ് ഉണ്ടാവും. പിന്നെ ഹെൽമെറ്റ് ഒരാൾക്ക് കാണത്തില്ല. അതൊക്കെ കൊണ്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യും ഇങ്ങനെ ആലോചിച്ചിരുന്നു. അപ്പോഴതുവഴി മിഥുൻ പോയി. മിഥുൻ ആക്ച്വലി ഫസ്റ്റ് സെക്കൻഡ് സെമ്മ് നമ്മളോടാണ് പഠിച്ചത്. പിന്നെ അവൻ BCAയിലേക്ക് മാറി. അപ്പോൾ അതിലെ മിഥുൻ ഇപ്പോൾ ഇവിടെ വാടാ നമുക്ക് ഒരിടം വരെ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ മിസ്സിനെ കാണാൻ പോയി. അന്ന് അവൻ്റെ വണ്ടി ഞാനാണ് എൻ്റെ കഷ്ടകാലത്തിന് ഓടിച്ചത്. അവനാണെങ്കിൽ നിനക്ക് പേടിയാതെ ഇപ്പം പുറകിൽ നിന്ന് പേടിപ്പിക്കുകയാണ്. സ്പീഡ് കൂട്ടിയാൽ പറയും സ്പീഡിൽ പോകാതെ പതുക്കെ പോയി, ഇതെന്താ എത്ര പതുക്കെ പോകുന്നത്, ഗട്ടർ കണ്ടാൽ പറയൂ ഗട്ടർ നീ ഇതിൻ്റെ ഗട്ടറിൽ ചാടാതെ പോകുന്നത്, ചാടിപ്പോ. അവന് പ്രാന്തായിരുന്നു ഗൈസ്. ഇത് ആക്ച്വലി ഞാൻ, കീർത്തി, ഇന്ദു, സഞ്ജു ഇത് ചുമ്മാ എടുത്ത ഫോട്ടോയാ. ലൈക്ക് നമ്മളൊരു റീല് ചെയ്തിരുന്നു ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ കീർത്തിയായിരുന്നു നമുക്ക് വീഡിയോ എടുത്ത് തന്നെ. അപ്പം ഞങ്ങളും എല്ലാവരും കൂടെ ചേർന്നിട്ടൊരു ചുമ്മാ ഒരു ഫോട്ടോ എടുത്തു. ആൻഡ് ഇത് ആക്ച്വലി ധനീസർ എടുത്ത ഫോട്ടോയാ. ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കുക്കിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു വിദ്യുതിൻ്റെ പാർട്ടായിട്ട്. അപ്പോൾ ഞാനും ഗോപ്സും അഞ്ജലിയും ഗായത്രി നമ്മൾ 4 പേര്. അതും ലൈക്ക് നമ്മളങ്ങനെ കയറുന്നില്ല എന്ന് വെച്ചാണ് ഇരുന്നത്. അങ്ങനെ വന്നപ്പോഴാണ് ധനീസർ എന്ന ക്ലാസ്സിൽ നിന്ന് പറഞ്ഞത് നിങ്ങളാരും ചെയ്യുന്നില്ലേ. അപ്പോൾ സാറ് പറഞ്ഞാൽ പിന്നെ എനിക്ക് അപ്പീലില്ല. അതുകൊണ്ട് ഞാൻ ഗോപ്സിനോട് പറഞ്ഞു എന്നെ നിർബന്ധിച്ചാൽ വേണം ഞാൻ, കാരണം 4 പേര് വേണമായിരുന്നു, എന്നെ നിർബന്ധിച്ചാൽ വേണം ഞാൻ കയറാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി. എനിക്ക് പ്രൈസൊന്നും കിട്ടിയില്ല. നമ്മളെന്തോ കിഴങ്ങ് സാധനം ഉണ്ടാക്കി അങ്ങനെയൊക്കെ. അത് രസമായിരുന്നു, കാരണം ഭയങ്കര രസമായിരുന്നു. അത് ഓർക്കുമ്പം ഗോപ്സിനഞ്ജലിക്കൊക്കെ ഇങ്ങനെ ഓർമ്മ വരുമല്ലോ. ഗായത്രിക്കും സോറി. ഇതിൽ ആക്ച്വലി ഗായത്രിയില്ല, അവൾ പാത്രം എന്തോ കഴുകാനോ എന്തിനോ അവൾ പോയി, പാവം. ആ ടൈമിലാണ് സാറ് ഫോട്ടോ എടുത്തത്. അന്നേരം എനിക്ക് ഞാൻ എന്തോ കിഴങ്ങ് കണക്ക്. ഓക്കെ. ആൻഡ് ഇത് ആക്ച്വലി എനിക്ക് ഇവരുടെ പേര് സത്യം പറഞ്ഞാൽ മറന്നുപോയി. പക്ഷെ ഇവർ BSW ലൈക്ക് ഇവള് BSW ഉള്ളവരാ. ഇവർ രണ്ടും എന്ന് പറഞ്ഞാൽ സോറി ഇവള് BSW. ഈ ചേച്ചിമാർ രണ്ടും ഫിസിക്സ് കെമിസ്ട്രിയിലുള്ള ഇപ്പോഴത്തെ പാസ് ഔട്ടാണ് തോന്നുന്നു ഈ ക്യാരക്ടറിനൂടെ. അവളുമാരെ എൻ്റെ ഏജ് തന്നെ. അപ്പം നമ്മൾ അന്ന് ലൈക്ക് പുതിയ കുട്ടികൾ വരുന്ന ദിവസമായിരുന്നു. സോ ആ ഡേ നമ്മൾ അവിടെ അമ്പതിൽ താലപ്പൊലിയൊക്കെ പിടിച്ച ചന്ദനം കൊടുക്കുന്നൊരു ചടങ്ങുണ്ട്. സോ ആ ടൈമിൽ നമ്മളായിരുന്നു നിന്നിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് ഡാൻസ് ഒക്കെ ചെയ്തു. അപ്പം അതാണ് ഈ ഒരു പേജിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അമൃത am.ps.i5m802220xx, അതായത് നമ്മുടെ റോൾ നമ്പറാണ്. ഓക്കെ. ഇത് ആക്ച്വലി ഇത് കുറേ മെമ്മറീസ് ഉള്ളൊരു പേജാണ്. അതിൽ ഈ ഒരു ഫസ്റ്റ് ഫോട്ടോ ഉണ്ടോ, ഇത് ആക്ച്വലി ഞാൻ, സഞ്ജു, കീർത്തി, ഇന്ദു നമ്മൾ 4 പേരോടെ ചേർന്നിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിച്ചു. എന്നിട്ട് ഫസ്റ്റ് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തു, പക്ഷെ നമ്മൾ തുടങ്ങിയില്ല. അതാണ് അൺറിലീസ്ഡ് യൂട്യൂബ് ചാനൽ. അതിൽ മിഥുൻ എങ്ങനെയോ കയറി വന്നു ഫോട്ടോ എടുത്തതാണ്. മിഥുൻ എങ്ങനെയാണെന്ന് എനിക്കിപ്പോഴും ഓർമ്മയില്ല ഗൈസ്. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരുടെ ഫസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ആ ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് വരാഞ്ഞത് പാറു അനഘയായിരുന്നു. ബാക്കി നമ്മളെല്ലാവരോടും ചേർന്നിട്ട് ഫസ്റ്റ് പുറത്ത് പോകുന്നത് സിനിമ കാണാനായിരുന്നു. അതെവിടെയായിരുന്നു, അവിടുത്തെ മാൾ എനിക്കറിഞ്ഞൂടാ, പേര് മറന്നുപോയി. അവിടെ ആയിരുന്നു. അതിന് സഞ്ജുവിൻ്റെ അച്ഛനും അമ്മയാണ്, താങ്ക്സ് ടു അവർക്ക്. കാരണം അവരാണ്
അവരുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് പലരെയും വീട്ടിൽ, ഇൻക്ലൂഡിങ് എന്നെയും തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് വിട്ടത്. അപ്പോൾ രസമായിരുന്നു. ഗുരുവായൂരമ്പലത്തിലാണ് നമ്മൾ കാണാൻ പോയത്. ഒരു കോമഡി ഇല്ലാത്ത സാധനങ്ങൾക്ക് പോലും ഞങ്ങൾ ഭയങ്കര ചിരി. കാരണം നമ്മളെല്ലാവരും കൂടെ അല്ലേ, അപ്പം ഒരാൾ ചിരിച്ചിയ ഇപ്പം എല്ലാവരും കിടന്ന് ചിരിയായിരിക്കും. അങ്ങനെ രസമായിരുന്നു. അത് ഭയങ്കര നല്ലൊരു രസമായിരുന്നു. നമ്മൾ കുറേ തിന്നു. സഞ്ജുവിൻ്റെ അച്ഛനും അമ്മയും നമുക്ക് ബർഗറൊക്കെ വാങ്ങി തന്നു. അതൊക്കെ കൊള്ളായിരുന്നു. ആൻഡ് ഓൾസോ നമ്മൾ മാധവനെയും കൊണ്ടാണ് പോയത്. അവനാണെങ്കിൽ ഞാൻ പറയുന്നില്ല, ഇടയ്ക്ക് വെച്ച് അവൻ ഇറങ്ങി അങ്ങ് പോയി. അവന് ഇഷ്ടപ്പെട്ടില്ല പോലും. അവൻ ഇതൊക്കെ കോമഡി ആയിട്ട് തോന്നിയില്ല. എന്തൊക്കെയാ പറഞ്ഞത്, അവനെ റിവ്യൂ ഒന്നും എടുക്കാൻ വിളിക്കരുത് കേസായി. ആൻഡ് ഇത് ആക്ച്വലി ഓണം സെലിബ്രേഷൻ തന്നെ. അത് സായി വന്നിരുന്നു നമുക്ക് കോളേജിൽ. അപ്പം ആ ടൈമിൽ സായിയെ കണ്ടപ്പം അപ്പോൾ അവനൊരാഗ്രഹം തോന്നി നമ്മളോട് ഫോട്ടോ എടുപ്പം. നമ്മളെല്ലാവരും ചേർന്നൊരു ഫോട്ടോ എടുത്ത് അതാണ് ആ ഒരു ഫോട്ടോ. ആൻഡ് ഇത് ആക്ച്വലി ഞാൻ ഡേറ്റ വിഷ്വലൈസേഷൻ ലാബ് ചെയ്തുകൊണ്ടിരുന്നപ്പം എനിക്ക് ബോ ഭയങ്കര ക്രേസാണ്. കുറേ ബോ ഉണ്ട്. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്തപ്പം അഞ്ജലിക്ക് ഭയങ്കര എസ്തെറ്റിക് ഫീൽ തോന്നി. അപ്പോൾ അഞ്ജലി ഫോട്ടോ എടുത്തു. അപ്പോൾ അതാണ്. ഇത് ആക്ച്വലി നമ്മൾ വിദ്യുതിൻ്റെയാണ്. വിദ്യുതിന് നമ്മൾ ഇപ്രാവശ്യത്തെ 25 വിദ്യുതിന് നമ്മളൊരു മാത്തമാറ്റിക്കൽ ഗെയിംസ് കൊണ്ട് തുടങ്ങി. ലൈക്ക് അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി, അത് ഇപ്പോൾ സക്സസ് ആയി എന്നുള്ള സംഭവം വന്നപ്പോൾ നമ്മളെല്ലാവരും ചെന്ന് ലാസ്റ്റ് ഇങ്ങനൊരു ഫോട്ടോ എടുത്ത്. അതും നല്ലൊരു മെമ്മറി ആയിരുന്നു. ഇതും വിദ്യുതിൻ്റെ അന്ന് തന്നെ അഞ്ജലി തന്നെ എടുത്ത ഫോട്ടോയാണ്. ഇതും അത് തന്നെ, അതായത് എൻ്റെ ചേച്ചിയുടെ റിസപ്ഷന് വന്ന്. അപ്പം നമ്മളെല്ലാവരും നേരത്തെ ഫോട്ടോയിൽ സഞ്ജു ഇല്ലായിരുന്നു, ദേവിക ഇല്ലായിരുന്നു. അപ്പം അവർ കൂടെ വന്നപ്പോൾ നമ്മൾ വേറൊരു ഫോട്ടോ അകത്ത് നിന്നിട്ട് എടുത്തു. ഇതും ഫ്രഷേഴ്സ് തന്നെ കേസ്. മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ധനി സാർ എടുക്കുമായിരുന്നു ഫോട്ടോ എന്ന്. അപ്പം അതിൻ്റെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് എടുത്ത ഫോട്ടോ ഇത്. ഇത് ആക്ച്വലി ഓണം സെലിബ്രേഷൻ്റെ തലേ ദിവസം അവിടെ കുറച്ച് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഞാനും ഗോപിക അഞ്ജലിയൊക്കെ കൂടെ ഇറങ്ങുന്ന ടൈം ഞാൻ ചുമ്മാ ഒരു ഫോട്ടോ എടുത്തു, സ്നാപ്പ് ഇടാൻ വേണ്ടി എടുത്തത്. ഓക്കെ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി വീഡിയോ അടുത്ത വീഡിയോ ബാക്കി ഇനിയുണ്ട്. ലൈക്ക് 1 2 3 4 5 6 പേജ് കൂടെ ഉണ്ട്. പക്ഷെ അത് പെട്ടെന്ന് തീരും തോന്നുന്നു. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം ടാറ്റാ.